ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു മുഹൂർത്തമാണ് കേട്ടോ. മിഥുനും മിത്രയും തമ്മിൽ കാണുമോ? അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? നമ്മുടെ ആര്യൻ്റെ പ്ലാൻ എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ മിത്രയ്ക്കും അറിയില്ല മിഥുൻ്റെ അടുത്തേക്കാണ് ആര്യൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബാക്കി ഉണ്ടാകുന്ന സംഭവങ്ങൾ, നമ്മുടെ ആര്യൻ എന്താണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ആ ഒരു വെപ്രാളത്തോടു കൂടി തന്നെയാണ് നമ്മുടെ മിത്രയും പോകുന്നത്. കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആര്യൻ സമാധാനപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെയോ വീട്ടിൽ തിരിമറികൾ നടക്കുന്നുണ്ടെന്നും ആര്യനും മിത്രയും എന്തൊക്കെയോ നമ്മുടെ ദേവി അറിയാതെയും അതുപോലെ തന്നെ അവിടെ ആരും അറിയാതെയും നടത്തുന്നുണ്ട് എന്നൊക്കെ ചെറിയൊരു ന്യൂസ് പോലെ നമ്മുടെ CID ദേവിക്ക് കിട്ടിക്കഴിഞ്ഞു. CID ദേവി ചുമ്മാ ഇരിക്കുവോ? നമ്മുടെ മിത്ര അങ്ങോട്ട് ഇറങ്ങി വന്നത് എന്ത് ചെയ്തു? നിക്കവിടെ, പോകരുത് എന്ന് പറഞ്ഞ് തടയാണ്. അപ്പോഴത്തേക്കും ഇതെന്താ ദേവിയെടുത്ത് മാർക്കി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എല്ലാം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആര്യൻ ഇങ്ങ് വന്നിട്ട് എന്താ ഏടത്തിക്ക് പ്രശ്നം? ഞാൻ എൻ്റെ ഭാര്യനെയും കൂട്ടി പുറത്ത് പോകുന്നതിന് ഏടത്തിക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഈ CID ശ്രീദേവിയോട് വേണ്ട കേട്ടോ മോനെ, നിന്റെ അടവൊന്നും. നീയും നിന്റെ ഭാര്യയും കൂടി എവിടെ പോവാ? ഞങ്ങൾ അറിയാതെ എന്തോ ചെറിയ പ്ലാനുകളില്ലേ നിങ്ങൾക്കിവിടെ? എന്ത് പ്ലാന്? എന്തോന്നൊക്കെയാ ഏടത്തി ഈ വിളിച്ചു പറയുന്നത്? ഏടത്തിക്ക് എന്താ ഭ്രാന്തായോ? എനിക്കൊരു കാര്യം ചെയ്യാം, കയറിക്കോ, വഴിയിൽ വല്ല ഹോസ്പിറ്റലും കൊണ്ടാക്കാം. ദേ എന്നെ വട്ടാക്കി എന്നെ ഭ്രാന്താക്കി നിങ്ങൾ കൂടുതൽ കളിപ്പിക്കൊന്നും വേണ്ട. എനിക്ക് മനസ്സിലായി മക്കളെ, നിങ്ങൾ വിചാരിക്കുന്ന ദേവി അല്ല ഈ ദേവിയെ CID ദേവിയാണ്. സത്യം പറഞ്ഞ ദേവി പറയുന്നത് കേട്ടോണ്ടെങ്കിൽ നമുക്ക് മൂദേവിയാണെന്ന് തോന്നുന്നു. അതുപോലെയാണ് ദേവിയുടെ ഓരോ പെരുമാറ്റം. അങ്ങനെ ദേവി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആര്യനതേ മര്യാദയ്ക്ക് ഓവർ ആക്ടിങ് കാണിക്കാതെ മാറി നിൽക്കുന്നേ എന്നും പറഞ്ഞ് തട്ടി തെറിപ്പിച്ചിട്ട് നമ്മുടെ മിത്രനെ വിളിച്ചോണ്ടങ്ങ് പോവുക. അത് കൊള്ളാമല്ലോ, ഏടത്തേക്ക് ഇവിടെ ഒരു വിലയുമില്ലേ? എന്തോ ഉണ്ട്, രണ്ടും കൂടെ എന്തോ ഒപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടുന്ന് പോകുന്നത്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഈ കാര്യം ഇതമ്മയോട് പറയണം. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അമ്മയോട് പറഞ്ഞ് അമ്മേനെ ബ്രെയിൻ വാഷ് ചെയ്തൊരു പരുവാക്കണം. നേരെ ചെല്ലുകയാണ് ഗോമതിയുടെ അടുത്തേക്ക്. അമ്മ ഇവിടെ എന്താ എടുക്കുക? അടുക്കള ജോലിയൊക്കെ ആയിരുന്നോ? അടുക്കള പിന്നെ ജോലിയില്ലാതെ ഞാൻ വെറുതെ നിൽക്കില്ലല്ലോ. നിനക്കറിയത്തില്ല, അടുക്കളയിൽ എനിക്ക് നിന്ന് തുണി അലക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഞാനിവിടെ കറി വെക്കുകയും കഞ്ഞി വെക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അമ്മ ഭയങ്കര കോമഡി ആണല്ലോ ഇന്ന്. അതേ ഞാൻ വന്നതേ ഒരു വലിയ കാര്യം അമ്മയോട് പറയാനാ. എന്താ ഇത്ര വലിയ കാര്യം? അത് ആര്യനും മിത്രയും കൂടെ പുറത്തു പോയല്ലോ. അവർ പുറത്തു പോയി. അവർ ഭാര്യയും ഭർത്താവുമല്ലോ. അവരൊരുമിച്ച് പോയതിന് തന്നെ ഇത്ര കുഴപ്പമിരിക്കുന്നത്. അല്ലെങ്കിൽ അവരൊരുമിച്ച് പോകുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദേവി. അവർ പോട്ടേന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊന്നും അല്ല, അമ്മയ്ക്ക് അറിയാമോ ഒരു കാര്യം? എൻ്റെ പൊന്നു ദേവി മോളെ, എനിക്ക് ഒരു കാര്യം അറിയണമെന്നില്ല. നീ മീനാക്ഷിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരികയും അതനുസരിച്ച് ഞാൻ ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്നും നിനക്കറിയാലോ. അതുകൊണ്ട് നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഓരോന്ന് കയറ്റി വെക്കരുതേ. അവർ പോയെങ്കിൽ അവർ പോട്ടെ, നിനക്ക് പോണോ? നീയും ആനന്ദനെ വിളിച്ചോണ്ട് പൊക്കോ, അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞിട്ട് ദേവി പോ 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 എന്ന് പറഞ്ഞ് അടുക്കളയിൽ നിന്ന് ഓടിച്ചു വിടുകയാണ്. അവിടെ ഏറ്റില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു വഴിയില്ലല്ലോ. ഒരു സമാധാനം ഇല്ലാത്ത മട്ട ഒന്നും ഇങ്ങോട്ട് ഏൽക്കുന്നില്ല. ദേവി വിചാരിച്ചിട്ട് അങ്ങോട്ട് വഴക്കുണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ ഗോമതീനെയും മിത്രേനെയും തെറ്റിക്കാൻ ഇപ്പം നോക്കുക. അതിനു മുമ്പ് നമ്മുടെ ഗോമതീനെയും മീനാക്ഷിനെയും തെറ്റിക്കാൻ നോക്കി. അത് നടന്നോ? അതും നടന്നില്ല. എന്നിട്ടിങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് എനിക്ക് പിന്നെ ചെടിക്ക് വെള്ളമൊക്കെ നനയ്ക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി ചെടിക്ക് വെള്ളമൊക്കെ നനയ്ക്കുകയും എന്നാൽ പിന്നെ അപ്പുറത്ത് ഇച്ചിരി വെള്ളം വീണമെന്ന് ഓർത്ത് എന്താ കുഴപ്പമെന്ന് അറിയണമല്ലോ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ സത്യത്തിൽ ഇപ്പം നമ്മുടെ CID ദേവിക്കും മൂദേവി എന്നൊക്കെ നമുക്ക് പറയാം. പുള്ളിക്കാരിക്കൊരു സമാധാനമില്ല. അപ്പോഴാണെങ്കിൽ എന്ത് ചെയ്തു, നമ്മുടെ അലോഹ് ഇത് കാണുക. അലോഹ് വന്നപ്പോഴത്തേക്കും എന്താ, അലോഹ് അവിടെ നിന്നിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളിക്കാരി ചെടി നനയ്ക്കല് ഓസ് എടുക്കുന്നു, കുണുങ്ങി ഇങ്ങോട്ട് മാറ്റുന്നു. അപ്പോൾ അവിടെ നനയുന്നു. അലോഹ് വെറുതെ വിടുവോ? അലോഹ് എന്ത് ചെയ്തു?
ആഹാ എന്താ ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിച്ചു വലിയ പ്രശ്നം ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അലോഹിന് ഇച്ചിരി കിട്ടിയാൽ മതിയല്ലോ. അപ്പം പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചെടി നനയ്ക്കുന്നത് നിനക്ക് എന്താ കുഴപ്പം? നിൻ്റെ വീട്ടിലേക്കല്ലല്ലോ ഞാൻ ചെടി നനച്ചത്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ചെടി നനയ്ക്കും, അപ്പോൾ നിൻ്റെ മീത്ത് വീണിട്ടുണ്ട്, എൻ്റെ കുറ്റമല്ല, ഞാൻ ഇവിടെ നിന്നല്ലേ നനയ്ക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചതാണ് മറ്റയാണ് ആനയാണ് ചേനയാണ് മാടയാണ് കോടയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഓരോന്ന് പറയാനും തുടങ്ങി. അലോഹും ലാസ്റ്റ് പ്രശ്നമാകുന്നു. അതുപോലെ നമ്മുടെ അലോഹിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഇറങ്ങി വരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നും പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ദേവിക്ക് അവിടെ ചെറിയൊരു സ്റ്റാർ ആകണം. ദേവീൻ്റെ പേരിങ്ങനെ മുഴങ്ങി നിൽക്കണം. അതിപ്പം ദേവമംഗലത്താണെങ്കിലും കൃഷ്ണമംഗലത്താണെങ്കിലും ദേവി ആരാണ്ടാണ് സംഭവം എന്നിങ്ങനെ തിളങ്ങി നിൽക്കണം. നമ്മുടെ ബാലൻ എന്തു പറയണം? ദേവി മോള് കണ്ടോ, ദേവി മോള് വന്നതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്, നല്ല കാര്യം, നല്ല മരുമകളെന്നറിയണം. അപ്പോൾ ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ ആര്യനെയും അതുപോലെ തന്നെ മിത്രേനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മിത്ര ചോദിക്കുന്നുണ്ട്, ആര്യ എങ്ങോട്ടാ ആര്യ പോകുന്നത്, ആര്യനൊന്ന് പറ, അവരെവിടെയാ? അത് മാത്രമല്ല ആര്യൻ്റെ മനസ്സിൽ എന്താ പ്ലാന്? സത്യമായിട്ടും എനിക്ക് പേടിയാവുക, ബാ നമുക്ക് തിരിച്ചു പോകാം, ഇത് ശരിയല്ല, ഈ പോക്ക് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല എന്ന് പറയുമ്പം നീ എൻ്റെ കൂടെയല്ലേ വരുന്നത് മിത്ര, നീ എന്തിനാ പേടിക്കുന്നത്? നീ എൻ്റെ കൂടെയല്ലേ വരുന്നത്, നിൻ്റെ ഭർത്താവല്ലേ ഞാൻ. അതൊക്കെ ശരിയാ, എങ്കിലും ആര്യ ഞാൻ കാരണം ആര്യനും ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടരുതെന്ന് എനിക്കുണ്ട്, അതുകൊണ്ടാ പ്ലീസ് ആര്യ ബാ നമുക്ക് തിരിച്ചു പോകാം ആര്യ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മിഥുനാണെങ്കിൽ വെയിറ്റ് ആൻഡ് സീ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മുടെ മിത്ര വരും, മിത്ര വന്നു കഴിഞ്ഞ് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നമ്മുടെ മിത്രേനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മിത്രേനെ കൂടെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ സ്വർണം മാത്രമാണല്ലോ നമ്മുടെ മിത്രയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റിയിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്വർണ്ണമല്ല മാനം തന്നെ കവരണം. അവൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവൾ എനിക്ക് വേണം എന്ന മട്ടിലിങ്ങനെ കൂട്ടുകാരോട് സംസാരിക്കുന്ന കേട്ടപ്പം ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇതൊക്കെ വല്ലതും നടക്കൂടാന്ന് പറയുമ്പം ഈ മിഥുനെ കൊണ്ട് ഇത്രയൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ ഇനിയും ബാക്കി ഈ മിഥുനെ കൊണ്ട് നടത്താൻ പറ്റൂലോ, അങ്ങനെ ഇങ്ങനെയാണ്. അപ്പം അപ്പുറയാണെങ്കിലോ നമ്മുടെ കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അടിയും ബഹളവും നടക്കുകയാണ് ദേവി കാരണം. ഏതായാലും ദേവീനെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിൽ കൂടുതൽ എന്ത് നമ്മുടെ ദേവീനെ കൊണ്ട് ചെയ്യാൻ പറ്റും? ഏതായാലും ദേവി വലിയ പ്രശ്നം തന്നെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ തടയാനായിട്ട് ആർക്കും പറ്റില്ലല്ലോ. ആ ഒരു രീതിയിലാണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാട്ടോ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. എനിക്കറിയാം, ഞാൻ എന്നും വൈകിട്ട് പറയുന്നത് പോലെ രാവിലെ നമുക്ക് ഫുൾ വിശേഷം ഇടാൻ പറ്റുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊരു രാത്രി ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ കറണ്ട് വരില്ല, ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ വീഡിയോയും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നയനയുടെയും ആദർശിൻ്റെയും ഫുൾ വിശേഷവും അതുപോലെ രേവതിയുടെയും സച്ചിയുടെയും ഫുൾ വിശേഷവും ഒക്കെ ഇടുമ്പോഴത്തേക്കും രേവതിയുടെ സച്ചിയുടെ ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ചാർജ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു അരമണിക്കൂർ അടുപ്പിച്ച് നമുക്ക് കറണ്ട് നിൽക്കുന്നില്ല, അതാണ് പ്രശ്നം. എല്ലായിടത്തും ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ നമ്മുടെ കേരളം മൊത്തം അനുഭവിക്കുന്നതാണ് ഈ ഒരു വെളിച്ചമില്ലാത്ത ലോകത്തേക്കാണ് തോന്നുന്നത് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം കോവിഡൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ പറയാനും. മഴയൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കൂടിയും കുറഞ്ഞും കാറ്റും മഴയും ഇടിയൊക്കെ ആയിട്ട് ആകപ്പാടെ മൊത്തം പ്രശ്നങ്ങളാണ്. ഒരു ദുരന്തം കൂടി നമ്മുടെ കേരളത്തിന് താങ്ങാൻ പറ്റില്ല. കാരണം നമ്മളിങ്ങനെ ഓരോ മഴക്കെടുതിക്ക് ഓരോ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ. കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഓരോ ദുരന്തങ്ങളൊക്കെ മഴയത്ത് ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ആ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന ദൈവത്തെ മുറുകെ പിടിച്ച് എല്ലാവർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രാർത്ഥിക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഇന്നിനി നമ്മൾ ഈ ചാനലിൽ വിശേഷമൊന്നും ഇടുന്നില്ല. നാളെ നമുക്ക് പവർ കട്ടൊന്നുമില്ല, കറണ്ടൊന്നും പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നാളെ ഫുൾ വിശേഷവുമായിട്ട് രാവിലെ എത്താട്ടോ. പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥ വിടാൻ പറ്റാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ഫോണിൽ കറണ്ടില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മൈക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാം. വളരെ ടാറ്റാ, ബൈ ബൈ.